Welcome to Garam Masala, the magic spices of cooking. Homemade beef masala powder. ഇന്ന് നമുക്ക് ബീഫ് മസാല പൗഡർ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 3/4 കിലോ ബീഫിലോട്ട് വേണ്ട മസാല പൗഡറാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനു വേണ്ടി 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, ഒരു തക്കോലം, 2-3 ജാതിപത്രി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 2 മുതൽ 4 എണ്ണം വരെ വറ്റൽമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫ് കറിയിലോട്ട് കൂടുതൽ വലിയ ജീരകം ചേർക്കുന്നത് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു ബ്ലെൻഡറിലോട്ട് മാറ്റാം. ഇനി ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കണം. തരിയോടുകൂടെ പൊടിച്ചെടുത്താൽ മതി, നൈസ് പൗഡർ ആക്കേണ്ട ആവശ്യമില്ല. തരിയോടുകൂടെ പൊടിച്ചെടുത്ത മസാല പൗഡർ ചേർത്ത കറിയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് മസാല പൗഡർ തയ്യാറായിട്ടുണ്ട്. ബീഫ് കറി തയ്യാറാക്കുന്ന സമയത്ത് ഈ മസാല പൗഡറിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ ഇവ കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ബീഫ് മസാല പൗഡർ തയ്യാറായിട്ടുണ്ട്. ഈ മസാല പൗഡർ ഉപയോഗിച്ച് നമുക്ക് സ്വാദിഷ്ടമായ ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പൗഡറിനെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. താങ്ക് യു.